പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളെന്ന് പറയുന്ന പോലെ എൻ്റെ ഫാമിലിക്ക് എറണാകുളത്ത് പോകാൻ ഓരോരുത്തർക്കും ഓരോ റീസൺസ് ഉണ്ടാവാറുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ ലൈഫിൻ്റെ മേജർ പോർഷൻ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ്. ഇത്തവണത്തെ വിസിറ്റിന് മേജറായിട്ടുള്ള എൻ്റെ ആവശ്യം തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്, ഞങ്ങൾ സ്കൂൾ ഫ്രണ്ട്സാണ്. ഇത് മാഗ്നയും റോസും. ഇനി വേറെ രണ്ടുപേരും കൂടി ഉണ്ട്, പക്ഷേ അവർ അബ്രോഡ് ആയതുകൊണ്ട് അവരെ കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ സ്കൂൾ മുതൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഇവർ രണ്ടുപേരും LKG മുതൽ ഒന്നിച്ച് പഠിച്ചതാണ്. പക്ഷേ ഞാൻ വരത്തനാണ് കേട്ടോ. ഞാൻ 4th ഇവർ ജോയിൻ ചെയ്തത്. പിന്നെ 12th വരെ ഒരുമിച്ച് പഠിച്ചു. ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ഫ്രണ്ട്സ് ഒന്നുമല്ല. പക്ഷേ നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്തോ അടുത്ത തവണ കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാറുണ്ട്. എല്ലാവരുടെയും ലൈഫിലെ മെയിൻ ഇവൻറ്റ്സും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാറുണ്ട്. ഇവരുടെ കളിയും ചിരിയും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കൊച്ചു കുട്ടികളാണ്. അല്ലട്ടോ, രണ്ടുപേർക്കും 2 കൊച്ചു കുട്ടികളുണ്ട്. മാഗ്നയുടെ മോനെ ജിമ്മിലാക്കിയിട്ടാണ് മാഗ്ന ഇവിടെ വന്ന് വെട്ടി വീഴുന്നതെങ്കിൽ റോസിൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി ഞങ്ങൾ റോസിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ മോളെയും കളിപ്പിച്ചിരുന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ പോവാണ്. ഇത് ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് എൻ്റെ ഭർത്താവിന് കൊടുക്കാനാണെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് അത് മൊത്തം കഴിച്ചു തീർത്ത ഞാനാട്ടോ. എന്നിട്ട് ഞാൻ റൂമിലെത്തിയപ്പോഴത്തേക്ക് അച്ഛനമ്മയും വിശന്ന് വലിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ അവരെയും കൂട്ടി വെള്ളക്കാന്താരിയിൽ പോയി. അവിടെ പോയിട്ട് നല്ല സീ ഫുഡ് ലഞ്ച് കഴിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചെറിയ പ്രോൺസ് ഫ്രൈ ഇല്ലേ, എൻ്റെ പൊന്നു, ഇവിടുത്തെ അടിപൊളി കിഡിലും പ്രോൺസ് ഫ്രൈ ആണ്. അങ്ങനെ ഒരു പ്ലേറ്റ് ഞാൻ തന്നെ വയറ്റിലാക്കി. അപ്പോൾ എറണാകുളത്തെ Day 2 വേണ്ടി സ്റ്റേ ട്യൂൺ. ബൈ.